ലോകഭൂപടത്തിലെ സമുദ്രങ്ങളെല്ലാം കരകളുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഒരു വശത്തുപോലും കര തൊടാത്ത ഒരത്ഭുത കടലുണ്ട്. അതാണ് സർഗാസോ. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന് സമീപം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായും ജൈവപരമായും ലോകത്തിലെ ഏറ്റവും സവിശേഷമായ സമുദ്രമേഖലകളിൽ ഒന്നാണ്. സാധാരണ കടലുകൾക്ക് തീരപ്രദേശങ്ങളാണ് അതിർത്തിയെങ്കിൽ സർഗാസോ കടലിനെ ചുറ്റപ്പെട്ടിരിക്കുന്നത് ശക്തമായ 4 സമുദ്രജല പ്രവാഹങ്ങളാണ്. ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് കറന്റ്, കാനറി കറന്റ്, നോർത്ത് അറ്റ്ലാന്റിക് ഇക്വറ്റോറിയൽ കറന്റ് എന്നിവ ചേർന്നൊരുക്കുന്ന നോർത്ത് അറ്റ്ലാന്റിക് ഗൈർ എന്ന ജലപ്രവാഹ ചക്രമാണ് ഈ കടലിന്റെ അതിർത്തി നിശ്ചയിക്കുന്നത്. ഈ പ്രവാഹങ്ങൾക്കിടയിൽ പെട്ടുപോയ സർഗാസോയിലെ ജലം എപ്പോഴും ശാന്തവും ചുറ്റുമുള്ള സമുദ്രഭാഗത്തേക്കാൾ തെളിമയുള്ളതുമായി നിലകൊള്ളുന്നു. ഈ കടലിന് ആ പേര് ലഭിച്ചത് സർഗാസം എന്ന സവിശേഷമായ തവിട്ടുനിറത്തിലുള്ള കടൽ പായലുകളിൽ നിന്നാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പട്ടിപ്പിടിച്ചു വളരുന്ന മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർഗാസം പായലുകൾ ജലോപരിതലത്തിൽ ഒരു വമ്പൻ പരവതാനി പോലെ പൊങ്ങിക്കിടന്നാണ് വളരുന്നത്. വായു നിറഞ്ഞ കുമിളകളുള്ളതിനാലാണ് ഇവയ്ക്ക് വെള്ളത്തിനു മുകളിൽ ഒഴുകി നടക്കാൻ സാധിക്കുന്നത്. അനേകം മൈലുകൾ നീണ്ടുകിടക്കുന്ന ഈ പായൽ പടലങ്ങൾ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ സൃഷ്ടിക്കുന്നു. സമുദ്രത്തിലെ ഒരു മരുപ്പച്ച എന്നാണ് സർഗാസോ അറിയപ്പെടുന്നത്. ഈ പായൽ പടലങ്ങൾക്കിടയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനം മത്സ്യങ്ങൾ, ഞണ്ടുകൾ, ചെമ്മീനുകൾ എന്നിവ ഇവിടെയുണ്ട്. കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾക്കും അനേകമിനം ദേശാടന പക്ഷികൾക്കും സർഗാസോ ഭക്ഷണവും അഭയവും നൽകുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ഈൽ മത്സ്യങ്ങൾ തങ്ങളുടെ പ്രജനനത്തിനായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഈ നിഗൂഢ കടലിലേക്ക് എത്തുന്നു എന്നത് ശാസ്ത്രലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ഒരു നഴ്സറി എന്ന നിലയിൽ ഈ കടലിന് വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസിനെ പോലുള്ള പഴയകാല നാവികർക്ക് സർഗാസോ കടൽ ഒരു പേടി സ്വപ്നമായിരുന്നു. കാറ്റില്ലാത്ത ശാന്തമായ അവസ്ഥയും കപ്പലിന്റെ വേഗത കുറയ്ക്കുന്ന പായൽ കൂട്ടങ്ങളും കാരണം കപ്പലുകൾ ഇവിടെ കുടുങ്ങിപ്പോകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കപ്പലുകളുടെ ശ്മശാനം എന്നുവരെ ഇതിനെ പണ്ട് വിളിച്ചിരുന്നു. ഈ പ്രദേശം അപകടകരമാണെന്ന രീതിയിലുള്ള നിരവധി കെട്ടുകഥകൾ ഇതുമൂലം പ്രചരിച്ചിരുന്നു. എന്നാൽ ആധുനിക പഠനങ്ങൾ ഈ ഭീതിയെ തള്ളിക്കളയുന്നു. സർഗാസോ കപ്പൽ യാത്രയ്ക്ക് ഒട്ടും അപകടകാരിയല്ലെന്നും മറിച്ച് സമുദ്രത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. മലിനീകരണം, അമിത മത്സ്യബന്ധനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഈ ദുർബലമായ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാകുന്നുണ്ട്. സമുദ്രജല പ്രവാഹങ്ങൾക്കൊപ്പം ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പായൽക്കൂട്ടങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടുന്നത് സമുദ്രജീവികൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ വിസ്മയ കടലിനെ സംരക്ഷിക്കുന്നതിനായി സർഗാസോ സീ കമ്മീഷൻ പോലുള്ള സംഘടനകൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി പ്രവർത്തിച്ചുവരുന്നു.